ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. തൊഴിലന്വേഷകരാകാതെ തൊഴിൽദാതാക്കളായി മാറാൻ ഓരോ വിദ്യാർത്ഥിയും പരിശ്രമിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജ്യത്തിന്റെ ഭാവിക്കായി യുവജനങ്ങൾ തങ്ങളുടെ കഴിവുകൾ സംരംഭകത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഗവർണർ പറഞ്ഞു. തൃശൂരിൽ നടന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ. വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളുമായി യുവാക്കൾ സംരംഭകത്വത്തിലേക്ക് കടന്നുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. ഒരു സ്ഥിരവരുമാനം ഉറപ്പുവരുത്തുന്ന തൊഴിൽ ഉറപ്പായ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന യുവാക്കൾക്ക് സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കാനാകും. കൃഷിയിലും കാർഷിക മേഖലയിലും നിരവധി അവസരങ്ങൾ യുവാക്കളെ കാത്തിരിക്കുന്നുണ്ട്. തൊഴിൽദാതാക്കളാകാനുള്ള അഭിവാജ്ഞയും വിശാലമായ കാഴ്ചപ്പാടും ധൈര്യവും യുവാക്കൾക്കുണ്ടാകണം. അതിനുള്ള കഴിവുള്ളവരാണ് യുവതലമുറയെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. Today is the day for thinking, rethinking and reassuring ourselves, redetermining for ourselves. Let us determine and let us reassure ourselves that we are here for the development of our state, development of our society, and whatever society has asked from us, I will be giving back to the society, because society has given me everything that I want. My family has given, my parents have given. Now the time has come to repay them back. കാർഷിക സർവകലാശാല പ്രോ ചാൻസലറും കൃഷിവകുപ്പ് മന്ത്രിയുമായ പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരന്തബാധിതർക്കായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ധനസഹായമായ 25 ലക്ഷം രൂപ ഗവർണർ മന്ത്രിക്ക് കൈമാറി. കൃഷി, എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ ഫാക്കൽറ്റികളിലായി 1039 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ്, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ എന്നിവ കരസ്ഥമാക്കിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. പ്രവാസികളുടെ ശിഷ്ടജീവിതം സുരക്ഷിതമാക്കാൻ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുനീർ. നാടിന്റെ വികസന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നവരാണ് പ്രവാസികൾ. തിരിച്ചുവന്ന സമൂഹത്തെ ഭരണകൂടങ്ങൾ കാര്യമായി